ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും VTVൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കാഴ്ച പരിമിതർക്ക് ഒരുപാട് ടൂൾസുകൾ വരുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലേ, ടെക് ഫ്രീഡം, ടെക് അസിസ്റ്റൻറ്റ്. ഈ ഇടയായിട്ട് ഒരു BTC ബ്ലൈൻഡ് ടെക് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടി വന്നു. എന്നാൽ നിലവിൽ ഒരു പുതിയ ആപ്ലിക്കേഷൻ കൂടി വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അത് പരിചയപ്പെടാം. നെട്ര പ്ലസ് ബ്ലൈൻഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഈ ആപ്ലിക്കേഷൻ പുതുതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ കോണ്ടന്റിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഇപ്പോൾ കാണിക്കുന്നത്. ജസ്റ്റ് ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ ടൂൾസ് സെക്ഷനിലോട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒരു ചെക്ക് ബട്ടൺ ഉണ്ടാവും, അത് ജസ്റ്റ് ചെക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം സൈൻ ഇൻ വിത്ത് ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സൈൻ ഇൻ ചെയ്യുക. ഓക്കെ, ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ശേഷം ഈ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വരുന്നത്. ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് മികച്ച ഫീച്ചേഴ്സ് ഉള്ളതിനാൽ തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ കോണ്ടാക്റ്റ് ആക്സസ്, അതുപോലെ തന്നെ വീഡിയോ ഓഡിയോ കോണ്ടാക്ട്സ്, ഇതൊക്കെ അലോ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ എല്ലാവിധ ഫീച്ചേഴ്സും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻസും കണ്ടിട്ട് വേണ്ട രീതിയിൽ കൊടുത്തോളൂ. ആപ്പ് ഇൻഫോയിൽ പോയിട്ട് പെർമിഷൻസിൽ പോയിട്ട് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ മതി. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. അത് നിങ്ങൾക്ക് ഓരോ ഫീച്ചേഴ്സ് വേണേൽ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് ചെയ്ത് തരാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഓപ്ഷൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാനില്ല. ഇനി നേരെ കണ്ടന്റിലോട്ട് കിടക്കാം. ആദ്യത്തെ ഓപ്ഷൻ സെർച്ചാണ്. അതെന്താണെന്ന് മനസ്സിലായല്ലോ. ഇത്രയും ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. അത് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. എക്സ്പ്ലോർ സർവീസസ് എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെയുള്ള ഓരോ ഫീച്ചേഴ്സായിട്ട് നമുക്ക് നോക്കാം. അടുത്തത് ഫസ്റ്റത്തെ ഓപ്ഷൻ ടോക്കിംഗ് സെൽഫി ക്യാമറ ഗൈഡൻസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് ഗൈഡ് കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. നിങ്ങളുടെ തല ഹെഡ് അപ്പ് റൈറ്റ്, അങ്ങനെ നമ്മൾക്ക് കറക്റ്റായിട്ട് ഫേസ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് സെൽഫി എടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ഫസ്റ്റത്തെ ഓപ്ഷൻ. അവിടെ നമുക്ക് ഫ്ലാഷ് ഒക്കെ ഓൺ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്തത് ഐഡൻറ്റിഫൈ കറൻസി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതെന്താ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, കറൻസി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണിത്. ഓക്കെ, അടുത്തത് ഇൻസ്റ്റൻറ്റ് റീഡർ. അതെന്താണെന്ന് പിന്നെ പറയേണ്ട, ഇൻസ്റ്റൻ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. അടുത്തത് QR സ്കാൻ ആൻഡ് ജെൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. QR കോഡ് സ്കാൻ ചെയ്യാനും അത് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കേട്ടോ ഇത്. അടുത്തത് ടോക്കിംഗ് കാൽക്കുലേറ്റർ എന്താണെന്ന് മനസ്സിലായല്ലോ. അത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ടോക്കിംഗ് കാൽക്കുലേറ്റർ. ഇവിടെ താഴെ വോയിസ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടണും ഉണ്ട് കേട്ടോ ടോക്കിംഗ് കാൽക്കുലേറ്ററിന് വേണ്ടിയിട്ട് തന്നെ. ഓക്കെ, ഇതാണ് ടോക്കിംഗ് കാൽക്കുലേറ്റർ. അടുത്തത് ടോക്കിംഗ് ക്ലോക്ക് ആൻഡ് അലാം. അതിൽ ടൈമും അലാറം സെറ്റ് ചെയ്യാനും സാധിക്കും. അടുത്തത് വോയിസ് റിമൈൻഡർ ആണ്. അത് നമുക്ക് മനസ്സിലായല്ലോ, വോയിസ് റിമൈൻഡ് ചെയ്യുന്ന ഓപ്ഷനാണ്. അടുത്തത് ബാറ്ററി. ഞാൻ ഇതിങ്ങനെ ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത്. ഇത് ഭയങ്കര അനൗൺസ്മെൻ്റ് ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അവസാനം പറഞ്ഞുതരാം, അതുകൊണ്ടാണ് കേട്ടോ. അടുത്തത് ബാറ്ററി അനൗൺസ്മെൻറ്റ്, ബാറ്ററി പെർസെൻറ്റേജ് അനൗൺസ് ചെയ്യുന്നതാണ്. ഇതിനൊക്കെ കറക്റ്റായിട്ടുള്ള പെർമിഷൻസ് നമ്മൾ കൊടുത്താൽ മാത്രമേ ഇതൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യൂ കേട്ടോ. അടുത്തത് മീഡിയ പ്ലെയർ ആണ്. അതിൽ നമ്മുടെ ഫോണിലുള്ള ഓഡിയോസും വീഡിയോസും അവിടെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. അതിൽ ഫോട്ടോസ് ഇല്ല, ഓഡിയോസും വീഡിയോസും മാത്രമേ ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. അടുത്തത് സ്മാർട്ടായിട്ടുള്ള നോട്ട്സ് ആണ് അടുത്ത. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ഓഡിയോ. അത് എല്ലാ ആപ്പിലും നമുക്ക് കിട്ടുന്ന തന്നെയാണ്. ടെക്സ്റ്റ് കോപ്പി ചെയ്ത് അത് ഓഡിയോ ആക്കി മാറ്റാൻ പറ്റും. ഇതിൽ ഏതൊക്കെ ലാംഗ്വേജ് നിലവിലുണ്ടെന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കൂ, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. നമുക്ക് എന്തായാലും ഈ ഒരു ആപ്പ് സെറ്റാക്കണം. അടുത്തത് തല തിരിച്ചാണ്. ടെക്സ്റ്റ് സ്പീച്ച്. അടുത്തത് സ്പീച്ച് ടെക്സ്റ്റ്, അതായത് നമ്മൾ സ്പീച്ച് അയച്ചു കൊടുത്താൽ അത് ടെക്സ്റ്റ് ആയിട്ട് അയച്ചു തരും. അതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തത് വോയിസ് നോട്ട് ആക്കാൻ പറ്റും. അടുത്തത് ടെക്സ്റ്റ് ഫയൽ, അതിൽ ഓപ്ഷനാണ് അടുത്തത്. അടുത്തത് ടെക്സ്റ്റ് അനലൈസർ എന്ന് പറയുന്ന ഓപ്ഷനാണ് നെക്സ്റ്റ് ഓപ്ഷൻ. അടുത്തത് ഫയൽ കൺവേർട്ടർ ടൂൾസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഇതൊരു ഹെഡിങ് പോലെ തന്നെ നമുക്ക് കണക്കാക്കാം. അതിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ നമുക്ക് 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, PDF ടൂൾസ് ആൻഡ് ഇമേജ് ടൂൾസ്. അതിനകത്തും വേറെ ഓപ്ഷൻസ് ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. യെസ് ഗൈസ്, PDF ടൂൾസിൻ്റെ അകത്ത് വീണ്ടും കുറേ ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് അതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. മെർജ് PDF, split PDF in separate file, compress PDF, PDF to Word, PDF to Excel, Word to PDF, Excel to PDF, PPT to PDF, PDF to PPT, PDF to JPG, image to PDF, rotate PDF, unlock PDF, protect PDF,
റിപ്പയർ PDF, OCR PDF. ഇത്രയും ഓപ്ഷൻസ് ഈ ഒരു ഫയൽ ടൂൾസിനകത്തുള്ള PDF ടൂൾസിനകത്തുണ്ട്. ഓക്കെ, ഇമേജ് ടൂൾസ് ബട്ടണാണ്. അതിൽ എന്തൊക്കെയുള്ളത് നോക്കാം. ഇതിൽ 6 ഫീച്ചേഴ്സാണുള്ളത്. ഇമേജ് ടു ടെക്സ്റ്റ് OCR, ഇമേജ് റീസൈസർ, ഇമേജ് കംപ്രസർ, ഫോർമാറ്റ് കൺവേർട്ടർ, റൊട്ടേറ്റ് ആൻഡ് ഫ്ലിപ്പ്, മെത്തഡേഡ് വ്യൂവർ. ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് ഫയൽ കൺവേർട്ടർ ടൂൾസിന് അകത്ത് വരുന്നത്. ഓക്കെ, അടുത്തത് ജസ്റ്റ് നമ്മൾ ബാക്ക് വരുന്നു. നമ്മൾ ഹോമിലോട്ട് എത്തിയിട്ടുണ്ട്. ഓഡിയോ/വീഡിയോ എഡിറ്റിംഗ് ടൂൾസ് ആണ് അടുത്തത്. ഓക്കെ, ഇവിടെ നമുക്ക് 5 ടൂൾസാണ് വരുന്നത്. അതിനകത്തോട്ടൊന്നും നമ്മൾ ചെകഞ്ഞു പോകാനില്ല കേട്ടോ. ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. ഓഡിയോ കട്ടർ, MP3 മർജ്, വീഡിയോ കട്ടർ, വീഡിയോ മർജർ, സെറ്റ് ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ. ഇതെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. മർജ് ചെയ്യാനും കട്ട് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ട് ഓഡിയോ സെറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. അടുത്തത് ഇമേജ് ടു PDF. അപ്പോൾ നമ്മൾ PDFനകത്ത് കണ്ടത് തന്നെയാണ് ഇമേജ് PDF ആക്കാൻ പറ്റും. അടുത്തത് PDF റീഡർ. അത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മളെല്ലാം റീഡ് ചെയ്യുന്നത്, എല്ലാ റീഡിങ്ങും എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന TTS വെച്ചാണ്. ഞാനിപ്പോൾ ഇതിൽ ഈസ്പീക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കറൻസി റീഡും ഈ ഒരു PDF റീഡും എല്ലാം തന്നെ നമ്മൾ ഫോണിലുള്ള TTS വെച്ചാണ് വർക്ക് ചെയ്യുക കേട്ടോ. അടുത്തത് PDF പാസ്വേഡ് റിമൂവർ. ഇതെന്താണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. എന്തായാലും PDFിലെ പാസ്വേഡ് റിമൂവ് ചെയ്യണം എന്തെങ്കിലും ആയിരിക്കും. അടുത്ത ഇൻക്രിപ്റ്റ് ആൻഡ് ഡിക്രിപ്റ്റ്. ഇതാണ് അടുത്ത ഓപ്ഷൻ. അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തത് വോയിസ് ട്രാൻസ്ലേറ്റ്. വോയിസ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അടുത്തത് കോൾ ആറ്റ് SMS അനൗൺസ്. കോൾ വരുമ്പോഴും SMS വരുമ്പോഴും അനൗൺസ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇതൊക്കെ പുതിയ അടിപൊളി ഫീച്ചറാണ്. ഇതൊക്കെ കൃത്യമായിട്ട് മൊബൈൽ ഫോൺ ആക്സസ് കൊടുത്തിരിക്കണം കേട്ടോ. അടുത്തത് കറൻസി കൺവേർട്ടർ. അത് നമുക്കറിയുന്ന ഓപ്ഷൻ തന്നെയാണ്. അടുത്തത് ഇമേജ് ടെക്സ്റ്റ് OCR. ഇതെന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് കോഡ് റണ്ണർ. ഇതാണ് സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ, കോഡ് റണ്ണർ. ഇതെന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും കോഡ് റൺ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും. ആപ്പ് ഡെവലപ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും കോഡാണെന്ന് തോന്നുന്നു. ലാസ്റ്റത്തെ ഓപ്ഷനാണ് കമ്പ്യൂട്ടർ ഷോർട്ട് കട്ട്സ് എന്ന് പറയുന്നത്. ഈ ഓപ്ഷനിൽ കയറി കഴിയുമ്പോൾ ഇഷ്ടംപോലെ ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ പവറിൻ്റെതുണ്ട്, ഇങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ഉണ്ട് ഇതിൽ നിങ്ങൾക്കൊരു ഇടതുവശത്ത് മുകളിലായിട്ട് ഓപ്പൺ മെനു എന്ന് പറയുന്ന ഒരു ഭാഗം കിട്ടും. അത് ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ, അവിടെ ഫേവറേറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സിൽ ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളതും കൂടുതൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഫീച്ചേഴ്സ് ഫേവറേറ്റ്സിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അവിടെ തന്നിരിക്കുന്നത്. ഫേവറേറ്റ്സിൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഐഡൻറ്റിഫൈ കറൻസി എന്ന ഒരു ഓപ്ഷനിൽ ലോങ് പ്രസ് ചെയ്യാം. ഐഡൻറ്റിഫൈ കറൻസി ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് പോപ്പപ്പ് വന്നിട്ടുണ്ട്. ഇവിടെ 5 ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഒന്ന് ആഡ് ടു ഫേവറേറ്റ്സ്. അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ പറഞ്ഞ ഫേവറേറ്റ്സിലോട്ട് ആഡ് ആവും. അടുത്തത് ആഡ് ടു ഹോം സ്ക്രീൻ. ഇതെന്താണെന്ന് വെച്ചാൽ ഹോം സ്ക്രീനിലോട്ട് ആഡ് ആവും. അടുത്തത് മൂവ് അപ്പ്, താഴേക്ക് മുകളിലോട്ട് മൂവ് ചെയ്യിപ്പിക്കാനുള്ളതാണ് ഈ ഒരു ഫീച്ചർ. അടുത്ത് മൂവ് ടു ടോപ്പ്, മൂവ് ടു ബോട്ടം. ഇങ്ങനെ 5 ഓപ്ഷൻസ് ആണ് എല്ലാത്തിലും വരുന്നതെന്ന്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫേവറേറ്റ്സിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇത്രയൊക്കെയാണ് ഈ ഒരു ആപ്പിൻ്റെ മെയിൻ മെനു. പിന്നെ ഇതിൽ ഹോം ടാബ് അങ്ങനത്തെ ടാബുകൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്